നമ്മൾ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വ്യത്യസ്തമായ രുചികൾ അവിടെയുണ്ട്. അവിടെ ഉള്ളവർക്ക് അതിനെപ്പറ്റി അറിയാൻ സാധിക്കും. പലതരത്തിലുള്ള ഭക്ഷണം നമുക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെ രുചികളാൽ സമ്പന്നമായ തലസ്ഥാന നഗരത്തിലേക്ക് പുതിയൊരു രുചി പരീക്ഷണം കൂടി എത്തുകയാണ്. മലേഷ്യൻ എയർലൈൻസിന്റെ സഹകരണത്തോടെ ഹയാത്ത് റീജൻസിലെ ഓറിയന്റൽ കിച്ചണിലാണ് മലേഷ്യൻ ഭക്ഷ്യമേള ഒരുക്കുന്നത്. 20-ലധികം മലേഷ്യൻ വിഭവങ്ങളാണ് മേളയിലെ ആകർഷണം. കേരളത്തിനൊട്ടും സുപരിചിതമല്ലാത്ത മലേഷ്യൻ രുചികളാണ് തിരുവനന്തപുരം നഗരത്തെ തേടിയെത്തിയത്. കേരള രുചികളുമായി സാമ്യമുള്ള മത്സ്യവിഭവങ്ങൾ മുതൽ ചിക്കനും ചോറും ചേർന്ന നാസി ലേമക് വരെ ഭക്ഷണപ്രേമികൾക്ക് ആസ്വദിക്കാം. കൊലാലംപൂരിൽ നിന്നെത്തിയ മലേഷ്യൻ ഷെഫുമാരായ FAC, താജുദ്ദീൻ എന്നിവർ ക്യൂറേറ്റ് ചെയ്ത വിഭവങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. കേരളവും മലേഷ്യയും തമ്മിലുള്ള ടൂറിസം ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് മലേഷ്യൻ എയർവേസുമായി സഹകരിച്ചുള്ള ഭക്ഷ്യമേള. ഈ മലേഷ്യൻ ഫുഡ് കേരളത്തിന് സുപരിചിതമായിട്ടുള്ള ഒരു ക്യുസീനല്ല. ഡിഫറൻഷിയേറ്റിംഗ് എക്സ്പീരിയൻസ് കൊണ്ടുവരാന്നുള്ളത് ഹയത്തിൻ്റെ കലണ്ടറി കോൺസെപ്റ്റിലുള്ളതാണ്. അവിടെയുള്ളത് തന്നെ വളരെ ഒത്തൻറ്റിക് ആയിട്ടുള്ള അവിടുത്തെ ഭക്ഷണ വിഭവങ്ങളാണ് ഇവിടെ നമുക്ക് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ലഞ്ച് 12:30 മുതൽ 3 മണി വരെയും ഡിന്നർ 7 മണി മുതൽ 11 മണി വരെയും ഉള്ള സമയത്ത് 14 തീയതി മുതൽ 23 തീയതി വരെ ഫെബ്രുവരി മാസത്തിലാണ് ഈ പ്രൊമോഷൻ നടക്കുന്നത്. ആഗോള രുചികളെ സംസ്ഥാനത്തിന് പരിചയപ്പെടുത്താനുള്ള ഹയാത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണ് ഫെബ്രുവരി 23 വരെ ഉച്ചയ്ക്കും രാത്രിയിലുമായി ഹയാത്തിൽ ഭക്ഷ്യമേള ഒരുക്കിയിരിക്കുന്നത്. മേളയിൽ പങ്കെടുക്കുന്നവരിൽ നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് തിരുവനന്തപുരത്ത് നിന്ന് കൊലാലംപൂരിലേക്കും തിരിച്ചും മലേഷ്യൻ എയർലൈൻസിൽ യാത്ര ചെയ്യുന്നതിനും മലേഷ്യ ഗ്രാൻഡ് ഹയാത്തിൽ ഒരു ദിവസം താമസിക്കുന്നതിനും അവസരം ലഭിക്കും. ഒപ്പം മേളയിൽ പങ്കെടുക്കുന്നവർക്ക് മലേഷ്യൻ എയർലൈൻസിൽ ഡിസ്കൗണ്ട് കൂപ്പണുകളും ലഭിക്കും. 24 തിരുവനന്തപുരം. അപ്പോൾ 20-ലധികം മലേഷ്യൻ വിഭവങ്ങളാണ് അവിടെ വരുന്നതല്ലേ? ഏത് നാട്ടിലെ വിഭവമായാലും അല്ലെ, ഭക്ഷണം കാണുമ്പോൾ നമുക്കൊന്ന് പരീക്ഷിക്കാൻ തോന്നും. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്, ക്യാമറ നന്നായിട്ടുണ്ട് അല്ലേ? അതെ അതെ, അത് കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും. തിരുവനന്തപുരത്തുള്ള ആൾക്കാർക്ക് അത് വേണമെങ്കിൽ പോയി ട്രൈ ചെയ്യാം. എങ്ങനെയുണ്ടെന്ന് നമ്മളെ അറിയിക്കുകയും ചെയ്യാം. അപ്പൊ നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകാൻ നിലവിലെ സാഹചര്യത്തിൽ പറ്റില്ല. ഇനി എന്തെങ്കിലും ഞങ്ങൾ തിരുവനന്തപുരത്ത് വരികയാണെങ്കിൽ ഞങ്ങൾക്ക് വാങ്ങിച്ചു തരാം. ഞാൻ നാളെ വൈകിട്ട് പോകുന്നു. അപ്പം സ്മിത പോയി കഴിച്ചിട്ട് നമുക്ക് തട്ടടിക്കാൻ പോകും.